സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ബൈബിളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകം വായിക്കുന്ന ഏതൊരാൾക്കും അത് വ്യക്തമാണ്. ഇന്ന് സാത്താൻ്റെ രാജ്യത്തിൻ്റെ സംഘടന, അവൻ്റെ രാജ്യത്തിൻ്റെ ലക്ഷ്യം, അവൻ ലക്ഷ്യം കൈവരിക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും അപ്പസ്തോല പ്രവൃത്തിയിലും സാത്താൻ ഒരു രാജ്യവും അധികാരവും ഉണ്ടെന്ന് വ്യക്തമായി കാണിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് സ്വയം വിഭജിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു സാത്താൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാത്താന് ഒരു രാജ്യമുണ്ടെന്ന് കർത്താവിനറിയാം. സാത്താൻ്റെ രാജ്യത്തിൻ്റെ സംഘടനയ്ക്ക് രണ്ട് വശങ്ങളുണ്ട്: ആത്മീയ വശവും ഭൗതിക വശവും. തൻ്റെ രാജ്യം കെട്ടിപ്പടുക്കാൻ അവൻ ആത്മീയ വസ്തുക്കളും ഭൗതിക വസ്തുക്കളും ഉപയോഗിക്കുന്നു. ആത്മീയ വശത്ത് ദുഷ്ടദൂതന്മാരും അശുദ്ധഭൂതങ്ങളുമുണ്ട്, അതായത് ദുഷ്ടാത്മാക്കളുമുണ്ട്. ഭൗതിക വശത്ത് മനുഷ്യനുണ്ട്. സാത്താൻ എന്നതിൻ്റെ എബ്രായ പദം പഴയ നിയമത്തിൽ 35 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അതിൻ്റെ ഗ്രീക്ക് തത്തുല്യമായ പദം 38 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ സാത്താനുമായി നിരവധി പേരുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക. 1. മഹാസർപ്പം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 തെസ്സലോനിക്കയിൽ അവനെ പരീക്ഷകൻ എന്ന് പരാമർശിച്ചിരിക്കുന്നു. അവന് 7 തലകളും 10 കൊമ്പുകളുമുണ്ട്. അവൻ വളരെ ശക്തനാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം കാണുക. 2. സർപ്പം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യരെ പാപത്തിലേക്ക് വശീകരിച്ച് വീണുപോയവരാക്കുവാൻ സർപ്പം വഞ്ചനാപരമായി തന്ത്രം ഉപയോഗിക്കുന്നു. 3. പിശാച്. പിശാച് എന്ന വാക്കിൻ്റെ അർത്ഥം കുറ്റവാളി അല്ലെങ്കിൽ ദൂഷകൻ എന്നാണ്. അവൻ ദൈവം മുൻപാകെ നമ്മെ കുറ്റപ്പെടുത്തുകയും മനുഷ്യരുടെ മുൻപാകെ നമ്മെ അപവാദം പറയുകയും ചെയ്യുന്നു. 4. സാത്താൻ. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എതിരാളി എന്നാണ്. അവൻ ദൈവത്തിൻ്റെ എതിരാളിയാണ്. ദൈവത്തെ എതിർക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നു. 5. അപ്പോളിയോൻ. വെളിപാട് പുസ്തകം 9-ാം അധ്യായം അപ്പോളിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിനാശകൻ എന്നാണ്. അവൻ ക്രൂരനും വഞ്ചകനുമായ ഒരു ശത്രുവാണ്. 6. ബേൽസെബൂൽ. ബേൽസെബൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം ചാണകക്കൂനയുടെ നാഥൻ എന്നാണ്. ഇതിനർത്ഥം അവൻ ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകം 12-ാം അധ്യായം നമ്മോട് പറയുന്നത് ദൈവത്തിനെതിരെ മത്സരിച്ചപ്പോൾ 1/3 ദൂതന്മാരും വീണു. അവർ സാത്താനെ അനുഗമിച്ചു എന്നാണ്. അവരോടൊപ്പം സാത്താൻ ഒരു അന്ധകാര രാജ്യം സ്ഥാപിച്ചു. എഫേസ്യർ 6-ാം അധ്യായത്തിലെ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ കൊലോസ്യർ 2:15 ഭരണാധികാരികളും അധികാരികളും അവരെയാണ് പരാമർശിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 82-ാം അധ്യായം അവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 1-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സഭയും ദേവന്മാരും ഈ ലോകത്തെ ഭരിക്കാനും മനുഷ്യരോട് ക്രൂരമായി പെരുമാറാനും സാത്താൻ അവരെ അയച്ചിരിക്കുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അവരുടെ അനീതിയെ ശാസിക്കുകയും അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്തു. 5-ാം വാക്യത്തിൽ അവർ അവൻ്റെ ശാസനയ്ക്കും പ്രബോധനത്തിനും ചെവി കൊടുത്തില്ലെന്നും നമ്മോട് പറയുന്നു. 6-ഉം 7-ഉം വാക്യങ്ങൾ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെയും ശിക്ഷയെയും കുറിച്ച് സംസാരിക്കുന്നു. 8-ാം വാക്യം സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ 2 പ്രഭുക്കന്മാരെ പരാമർശിച്ചിരിക്കുന്നു. അവർ ദുഷ്ടരും ഭരണം നടത്തുന്ന ദൂതന്മാരുമാണ്, അതായത് സാത്താൻ്റെ കൈക്കീഴിലുള്ള ഭരണാധികാരികളും അധികാരികളും. ശ്രദ്ധിക്കുക. തിരുവെഴുത്തുകളുടെ ഈ ഭാഗം കാണിക്കുന്നത് ഓരോ ജനതയുടെയും പിന്നിൽ സാത്താൻ അയച്ച ഒരു ദുഷ്ടദൂതൻ ഉണ്ടെന്നും അവൻ അവരുടെ രാഷ്ട്രീയം രഹസ്യമായി കൈകാര്യം ചെയ്യുന്നു എന്നുമാണ്. എണ്ണമറ്റ ഭൂതങ്ങളുണ്ട്. അവ വായുവിലല്ല, ഭൂമിയിലാണ്. അവ പ്രധാനമായും മനുഷ്യരുമായോ പന്നികളുമായോ വിഗ്രഹങ്ങളുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ വസിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. അവർ ദൂതന്മാരിൽ നിന്ന് വ്യത്യസ്തരാണ്. 2. അവർ മരിച്ചവരുടെ ആത്മാക്കളിൽ നിന്ന് വ്യത്യസ്തരാണ്. 3. അവർ ശരീരത്തിൽ നിന്ന് വേർപെട്ട ആത്മാക്കളാണ്. ഈ ലോകത്തിലെ ജനതകൾക്കനുസരിച്ച് അവ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തർക്കും അവരുടേതായ പ്രദേശം, ഗോളം, അതിരുകൾ എന്നിവയുണ്ട്. അവ പ്രാദേശിക അതിരുകളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ്റെ രാജ്യം ദൃഢമായി ക്രമീകരിച്ചിരിക്കുന്നു.
അതിൻ്റെ നിരവധി ദൂതന്മാർ മനുഷ്യൻ്റെ ഓരോ നീക്കത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നാം ഭൂതങ്ങളെ പുറത്താക്കുകയും പ്രാർത്ഥിക്കുമ്പോൾ അവയുടെ പ്രവർത്തനങ്ങളെ ചെറുക്കുകയും ചെയ്യേണ്ടത്. പ്രിയരെ, സാത്താൻ്റെ ദൃഢമായി ക്രമീകരിച്ച രാജ്യവും നിരവധി ദൂതന്മാരും അവൻ്റെ ദുഷ്ടലക്ഷ്യം നേടുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് നിൽക്കുന്നത്. സാത്താൻ 4 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. 1. നിത്യതയിൽ അവൻ അത്യുന്നതനാകാൻ ആഗ്രഹിച്ചു. 2. ഏദൻ തോട്ടത്തിൽ അവൻ ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിച്ചു. 3. മരുഭൂമിയിൽ അവൻ ആരാധിക്കപ്പെടാൻ ആഗ്രഹിച്ചു. 4. ആലയത്തിൽ അവൻ ദൈവമാകാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവമായിരിക്കുക, ദൈവമായി ആരാധിക്കപ്പെടുക എന്നതാണ് സാത്താൻ്റെ സ്ഥിരമായ ലക്ഷ്യം. ഇത് നേടുന്നതിനായി അവൻ ദൃഢമായി സംഘടിതമായ ഒരു രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു. ഒരു വശത്ത് അതിലെ എല്ലാ വസ്തുക്കളെയും അവൻ നിയന്ത്രിക്കുന്നു. മറുവശത്ത് ഭൂമിയിൽ തൻ്റെ രാജ്യം കെട്ടിപ്പടുക്കാൻ അവൻ ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, ഒടുവിൽ ദൈവം ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് അവൻ അറിയാം. അവൻ ദൈവത്തെക്കാൾ ഒരു പടി മുന്നോട്ട് പോയി സ്വന്തമായി സ്ഥാപിക്കുന്നു. ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ സാത്താൻ എങ്ങനെ ദുഷിപ്പിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ തങ്ങൾക്ക് വേണ്ടി ഒരു പേരുണ്ടാക്കാൻ ബാബേൽ ഗോപുരം പണിത് ദൈവത്തിനെതിരെ മത്സരിക്കാൻ സാത്താൻ മനുഷ്യരെ പ്രേരിപ്പിച്ചു. ഈജിപ്തിൽ ഇസ്രായേലിയരെ പീഡിപ്പിക്കാൻ സാത്താൻ ഫറവോനെ ഉപയോഗിച്ചു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ മഹത്തായ പ്രതിമ സാത്താൻ തന്നെ സ്ഥാപിച്ച ഭൗമിക രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ രാജ്യങ്ങൾ മനുഷ്യരെ ഉയർത്തുകയും ദൈവത്തിനെതിരെ മത്സരിക്കുകയും ദൈവരാജ്യത്തെ ചെറുക്കുകയും ചെയ്യുന്നു. അന്ന് അത് ഇസ്രായേലായിരുന്നു. അടുത്തതായി സാത്താൻ്റെ രാജ്യത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകത്തിലെ അവൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, മനുഷ്യരുടെ ചിന്തകളെ അന്ധമാക്കൽ. രണ്ടാമതായി, മനുഷ്യരുടെ ആരാധന മോഷ്ടിക്കൽ. മൂന്നാമതായി, മനുഷ്യർ കേട്ട ദൈവവചനം തട്ടിയെടുക്കൽ. അങ്ങനെ മനുഷ്യർ കേട്ടത് മറന്നുപോകുന്നു. നാലാമതായി, മതവും ധാർമ്മികതയും വ്യാജമായി കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, സാത്താൻ്റെ പ്രവൃത്തികളിൽ നാം ശ്രദ്ധ ചെലുത്തണം. നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സാത്താൻ ചെയ്യുന്നതൊക്കെയും അവൻ്റെ ശക്തി, രാജ്യം, അധികാരം എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ദൈവത്തെ എതിർക്കാൻ അവൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നു. അവൻ തൻ്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് മനുഷ്യരെ നേടുക എന്ന ഒരേ ഒരു കാര്യം ചെയ്യാൻ തൻ്റെ എല്ലാ ദൂതന്മാരെയും ഉപയോഗിക്കുന്നു. പിശാചിനെ പരാജയപ്പെടുത്താൻ അലറുക, നിലവിളിക്കുക, ചവിട്ടുക എന്നിവ ആവശ്യമാണെന്ന് പലരും കരുതുന്നു. എന്നിരുന്നാലും അതേ ആളുകൾ സമർപ്പിതവും വിശുദ്ധമായ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, പാപകരമായ ശക്തി കേന്ദ്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായി നിലനിൽക്കാൻ നാം മനഃപൂർവ്വമോ അശ്രദ്ധ കൊണ്ടോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് തൻ്റെ തന്ത്രങ്ങൾ കടത്തിവിടാൻ സാധ്യതയുള്ള വിടവുകൾ നാം അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നത് ഒരു വസ്തുത മാത്രമാണ്. ഈ രഹസ്യ സ്ഥലങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധ നമ്മുടെ പരാജയം ആസൂത്രണം ചെയ്യാൻ സാത്താൻ ആവശ്യമായ പഴുതുകൾ നൽകിയേക്കാം. ശ്രദ്ധിക്കുക, ആത്മീയ യുദ്ധം ഗൗരവമുള്ളതാണ്. പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചേക്കാവുന്ന എല്ലാ വാതിലുകളും അടയ്ക്കാൻ നാം പരമാവധി ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഈ വിഷയം വളരെ ഗൗരവമുള്ളതിനാൽ നമ്മുടെ ആത്മാക്കളുടെ ശത്രുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുമ്പോൾ നാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എഫേസ്യ ലേഖനത്തിൽ സാത്താൻ്റെ രാജ്യം സൈനികമായി എങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിവരിക്കുന്ന ഒരു ദിവ്യ വെളിപാട് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം എഴുതുന്നു, എന്തെന്നാൽ മാംസരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ഭരണാധികാരികളോടും ഉന്നത സ്ഥാപനങ്ങളിലെ ദുഷ്ടാത്മാക്കളോടും പോരാടുന്നു. പിശാച് ഏറ്റവും ഭയപ്പെടുന്നത് ദൈവഹിതം ചെയ്യുന്നവരെയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ലക്ഷ്യം സാത്താൻ്റെ എല്ലാ പ്രവൃത്തികളെയും നശിപ്പിക്കുന്ന മനുഷ്യരെ നേടുക എന്നതാണ്. ദൈവഹിതത്തെ എതിർക്കാൻ മനുഷ്യരെ നേടുക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം. ഇത് 2 സിംഹാസനങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. മനുഷ്യവർഗത്തിനെതിരായ ആക്രമണങ്ങളിൽ സാത്താൻ ഈ ദുഷ്ടശക്തികളെ എല്ലാം ഉപയോഗിക്കുന്നു.
എന്നിരുന്നാലും വിശ്വാസികളായ നമുക്ക് പിശാചിനെയും അവൻ്റെ സൈന്യങ്ങളെയും കാൾ വളരെയധികം അധികാരവും ശക്തിയും ഉണ്ടെന്നോർക്കുക. നിങ്ങൾക്കും എനിക്കും ഉള്ളിൽ യേശുക്രിസ്തു വസിക്കുന്നു. 1 യോഹന്നാൻ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ശക്തിയുടെ കുറവില്ല, ദൈവം നൽകിയ അധികാരത്തിൻ്റെ കുറവുമില്ല. ഈ ദുഷ്ടശക്തികളെല്ലാം കൂടിച്ചേർന്നതിനേക്കാൾ കൂടുതൽ ശക്തിയും അധികാരവും നമുക്കുണ്ട്. ഗ്ലോറി ടു ഗോഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിൻ്റെ സൈന്യത്തിലെ ഒരു പടയാളിയായി നിങ്ങളെ തന്നെ കാണാൻ ദൃഢനിശ്ചയം ചെയ്യുക. വിശ്വാസത്തിനായുള്ള നിങ്ങളുടെ പോരാട്ടത്തിന് തടസ്സമാകുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ അനുവദിക്കരുത്. അച്ചടക്കമുള്ളവരും പ്രതിബദ്ധതയുള്ളവരുമായിരിക്കുക. എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന എല്ലാ ആയുധങ്ങളും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ സാത്താൻ്റെ അണിയറയിൽ നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ അത്ഭുതകരമായ പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനായി തയ്യാറാവുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. ഭക്തിയോടെയും ശ്രദ്ധയോടെയും നമുക്ക് സ്വർഗീയ പിതാവേ, അങ്ങയുടെ സൈന്യത്തിലെ ഒരു ശക്തനായ പടയാളിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ സഭയ്ക്കും എതിരെ വരുന്ന ശത്രുക്കളെ ജയിക്കാൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും അവിടുന്ന് എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഞാൻ സ്നേഹിക്കുകയും എനിക്ക് ആവശ്യമുള്ളതുമായ ആളുകളുടെ ജീവിതത്തിനെതിരെ പിശാച് പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടഗൂഢാലോചനകൾക്കെതിരെ ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാ ആക്രമണങ്ങളെയും വിജയകരമായി ചെറുക്കാനും എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ അടുത്തുള്ളവരുടെ ജീവിതത്തിൽ നിന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്നും എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളെയും പുറത്താക്കാനും ആവശ്യമായ ശക്തിയും കൃപയും എനിക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.